ഞാനിവിടെ ഉള്ളത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈനിൻ്റെ പ്രീമിയർ കാണാനാണ്. പോസ്റ്റർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പടം ഞാൻ ഇറങ്ങിയുള്ളൂ ഇപ്പം തന്നെ. അതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഇന്ത്യയിൽ എപ്പോഴും ഇറങ്ങണമെന്ന് എനിക്കറിയില്ല. പടം ഒരു ഗംഭീര സിനിമയാണ്. ഈ വർഷം 2025 ഇംഗ്ലീഷ് ഹോളിവുഡ് പടങ്ങൾ വന്നതിൽ കുറച്ച് രസമുള്ള ഒരു സിനിമ എന്ന് പറയാം. അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു എല്ലാം കൊണ്ടും സൗണ്ട് ഡിസൈനിങ്, അതുമാതിരി അതിൻ്റെ വിഷ്വൽസും സ്റ്റോറി ടെല്ലിങ് രീതിയും ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. എന്നാൽ ഒരുപാട് ഭയങ്കര വയലൻ്റായിട്ട് കാണിച്ചിട്ടില്ല. നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട് സിനിമ. അപ്പോൾ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ മുമ്പത്തെ പാർട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഫൈനൽ ഡെസ്റ്റിനേഷൻ എങ്ങനെയുള്ള സ്റ്റോറിയാണെന്നറിയാം. ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ഇപ്പോൾ പുതിയ പതിപ്പ് ഇന്ത്യയിൽ എന്നാ റിലീസ് ഡേറ്റ് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പോയി കണ്ടോളൂ. കുട്ടികളെയും കൊണ്ടുപോയി കാണാതിരിക്കണ്ട. ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടികളെ ഒന്നും കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്നത്ര ഇതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ ഒരു സ്റ്റോറിയുടെ രീതിയാണ്. വയലൻസും അല്ലെങ്കിൽ കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മരണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ടോളൂ. പടം ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരു ഹ്യൂജ് പടമൊന്നും പറയുന്നില്ല. നല്ല രസമുള്ളൊരു സിനിമ. തിയേറ്ററിൽ പോയിരുന്ന് നമുക്ക് കുറേ നാൾക്ക് പണ്ടത്തെ ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട് സിനിമ. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഫൈനൽ ഡെസ്റ്റിനേഷൻ ദ ബ്ലഡ് ലൈൻ.